ബേക്ക് ആൻഡ് ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു അടിപൊളി കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടോ, ഒരു ഡോൾ കേക്കിൻ്റെ വീഡിയോ ആണ്. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഡോൾ കേക്ക് തയ്യാറാക്കി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്കും സപ്പോർട്ടും ചെയ്യണം കേട്ടോ. പിന്നെ സമ്മാനത്തിൻ്റെ കാര്യം അറിയാമല്ലോ, 15K സബ്സ്ക്രൈബ് ആകുമ്പോഴാണ് സമ്മാനം കൊടുക്കുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ തയ്യാറാക്കുന്ന ഇതുപോലത്തെ ഒരു ടിന്നാണ് കേട്ടോ, കേക്ക് ടിൻ നമുക്ക് വാങ്ങിക്കാനൊക്കെ കിട്ടും. അത് സെറ്റായിട്ടാണ് വാങ്ങിക്കുന്നത് കേട്ടോ. ഒരു 3 കേക്ക് ടിന്നൊക്കെ വരും കേട്ടോ, ഇതുപോലത്തെ നമ്മൾ ഡോൾ കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ അധികം വിലയൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കുക കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ ഇവിടെ ബട്ടർ പേപ്പർ വയ്ക്കില്ല, ആ ഒരു താഴെ ഭാഗത്ത് മാത്രമേ ബട്ടർ പേപ്പർ, ഒരു ചെറിയ കഷ്ണം ബട്ടർ പേപ്പർ വയ്ക്കുന്നുള്ളൂ. ആദ്യം നമുക്കൊരു സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് എല്ലാ ഭാഗത്തൊന്ന് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ചെറിയ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് ആ ഒരു താഴ്ഭാഗത്ത് മാത്രം വച്ചതിന് ശേഷം ബാക്കി എല്ലാ ഭാഗത്തും ഞാൻ കുറച്ച് മൈദാമാവ് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തൊന്ന് തട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് കേക്ക് ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇനി 4 ചുറ്റും കുറച്ച് മൈദാമാവ് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ കേക്ക് നല്ല ഈസി ആയിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദാമാവാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ഉപ്പുമാണ് കേട്ടോ. അപ്പോൾ എടുത്തിരിക്കുന്ന കണ്ടല്ലോ, ഇതെല്ലാം കൂടി ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ 3 പ്രാവശ്യം അരിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ വിസ്ക് ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ 1 പ്രാവശ്യം അരിച്ചെടുത്തത് കൊണ്ടാണ് മിക്സ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു മൈദാമാവും ഒരു ബേക്കിംഗ് പൗഡർ എല്ലാം കൂടി നല്ലതുപോലെ യോജിപ്പിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട, ഞാൻ ഇവിടെ 2 വലിയ മുട്ടയാണ് എടുത്തിരിക്കുന്നത്, അതൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ നിങ്ങൾ ഈ ഒരു പാത്രം എടുക്കുമ്പോൾ ഒട്ടും നനവില്ലാത്ത പാത്രം തന്നെ എടുക്കണം കേട്ടോ. കാരണം എണ്ണമയമോ നനവോ ഒന്നുമില്ലാതെ നല്ല ക്ലീനാക്കി വൃത്തിയോടെയാണ് പാത്രങ്ങൾ എടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ കുറേ വീഡിയോയിൽ ഇടുന്നതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കുന്നില്ല. നല്ലതുപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം 2 സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് നല്ല മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഫുള്ള് വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും അത് കണ്ട് ചെയ്യുക കേട്ടോ. ഇനി ഞാൻ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് തട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തട്ടി കൊടുത്തതിന് ശേഷം ഞാൻ അലുമിനിയം പാത്രത്തിൽ വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. ഇതുപോലെ ഒരു 10-20 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് ഇളക്കിയ ശേഷം ഇതിന് 4 ലെയറായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. കാരണം അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കേക്ക് ഇത്തിരി കൂടി നല്ല ഹൈറ്റ് കിട്ടും കേട്ടോ. ഞാൻ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാം. അതിന് വേണ്ടി ഇവിടെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഫസ്റ്റ് വലിയ ലെയറാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് ഇതുപോലെ നനച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ക്രീം ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഇനി ഞാൻ ഇത് 2-3 ഫ്ലേവറിലാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം സ്ട്രോബെറി, മാംഗോ ഫ്ലേവർ, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് ഫ്ലേവർ വേണമെങ്കിലും നമുക്ക് ഈ ഒരു കേക്കിൽ ചെയ്യാം കേട്ടോ. ഇത് ഞാൻ വീട്ടിൽ തയ്യാറാക്കി നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ഇട്ടതാണ്. നമ്മൾ പുറത്തൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഡോൾ കേക്കിൻ്റെ വീഡിയോ വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പിന്നെ വീഡിയോ ഇട്ടതാണ് കേട്ടോ. ലാസ്റ്റ് ലെയറും വെച്ച് കൊടുത്ത് ഇനി നമുക്ക് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ക്രീം എല്ലാ ഭാഗത്തും ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് വേറെ ക്രീം ഫൈനൽ ഇത് ചെയ്യുന്നില്ല കേട്ടോ. കാരണം നമ്മൾ അതിലേക്ക് ഡെക്കറേഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇത് ഇങ്ങനെ ആയ ശേഷം നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ആ മുകൾ ഭാഗം ഒന്ന് കൂർത്തിരിക്കാൻ വേണ്ടി ആ സൈഡിലുള്ള കുറച്ച് കേക്കിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഒന്ന് കൂർപ്പിച്ചെടുക്കണം കേട്ടോ. നമുക്ക് ആ ഒരു ഡോൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ചെയ്ത വീഡിയോ എനിക്ക് വിട്ടുപോയത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴേ പറയുന്നത് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ക്രം കോട്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ആ ഒരു സൈഡെല്ലാം കട്ട് ചെയ്ത് ആ ഒരു കൂർപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഡോള് വയ്ക്കുന്ന ആ ഒരു ഭാഗം ഒന്ന് കൂർപ്പിച്ചെടുക്കണം.
അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ സൈഡിലുള്ള കുറച്ച് ഇത് കേക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഒന്ന് നമ്മൾ ആ ഒരു ക്രീം എല്ലാ ഭാഗത്തൊന്നും ഇങ്ങനെ പൊക്കി തേച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ഡോൾ വെച്ച് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഡോളാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിത് റോസ് ഫ്ലവറിൻ്റെ ആ നോസിലിട്ടാണ് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതവിടെ അതിലേക്ക് റെഡ് കളർ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് എല്ലാം നിറയെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടമുള്ളത് പറയുന്നത് അതനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. ഇത് ഞാൻ ക്രീമിലേക്ക് കുറച്ച് റെഡ് കളർ ചേർത്ത ശേഷം അതിനെ ഒന്ന് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമ്മൾ റോസ് ഫ്ലവർ ചെയ്യുന്ന ആ നോസിലാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതവിടെ എല്ലാ ഭാഗത്തും ഒന്ന് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് നമുക്ക് ആ ഒരു ഇല്ലാത്ത ഭാഗത്ത് ഇതുപോലെ ക്രീം ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കൊരു കുഞ്ഞ് നോസിലെടുത്ത് നമ്മൾ പേരെഴുതാനൊക്കെ ഉപയോഗിക്കുന്ന നോസിലെടുത്ത് ഇതുപോലെ നമ്മൾ ക്രീം എടുത്ത ശേഷം ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻ, നമുക്ക് ഏത് ഡെക്കറേഷനാണ് ഇഷ്ടമുള്ളത് അതേപോലെ ചെയ്തെടുക്കുക കേട്ടോ. നമ്മളൊരു തുണിയൊക്കെ ഇടുന്ന ആ ഒരു ഇതിൽ എംബ്രോയിഡിങ്ങിൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ആ ഒരു 4 സൈഡും നമ്മൾ വെള്ള ക്രീമാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഏതാണോ കളർ വേണ്ടത് അതനുസരിച്ചൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നാൽ നിങ്ങൾക്കും എല്ലാവർക്കും ഈ ഒരു കേക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ ഈ ഒരു ചുവന്ന ഫ്ലവറിൻ്റെ ഇടയ്ക്ക് വെള്ള ഇതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വെള്ള ക്രീം വെച്ച് ഒരു ചെറിയൊരു മാല പോലെയും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാൻ എൻ്റെ വീഡിയോസ് കണ്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ എനിക്ക് വലിയ ഡെക്കറേഷനൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഇതുപോലെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതുപോലെ ഇടയ്ക്ക് വെള്ള ക്രീം വെച്ച് ഇതുപോലെ ചെറിയ ഫ്ലവർ പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചെറിയ നോസിലെടുത്തിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും അങ്ങനെ ചെയ്ത് കൊടുക്കുക. നല്ല രസമാണ് കേട്ടോ ഇത് കാണുമ്പോൾ. അപ്പോൾ ഇതുപോലെയൊക്കെ ഡോൾ കേക്കൊക്കെ ചെയ്ത് എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ കേക്ക് ഇവിടെ എല്ലാം ഫൈനലായിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് കേക്കിൻ്റെ മോഡൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ കേക്കാണ് ഇഷ്ടമുള്ളതെന്നൊക്കെ അയച്ചാൽ ഇതുപോലെയൊക്കെ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ സമ്മാനമൊക്കെ കിട്ടാൻ ആഗ്രഹമുള്ളവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഹൈപ്പ് എന്ന ഓപ്ഷനും എല്ലാവരും കൊടുക്കണം കേട്ടോ.